എന്തുവായിട്ടേ കാണിക്കുന്നേ? 500 രൂപ കൊടുത്ത് വാങ്ങിച്ച പോപ്കോൺ മൊത്തം തിയേറ്ററിനകത്ത് ഇങ്ങനെ വെതറി കളയോ? ഞാൻ സിനിമയ്ക്ക് നിന്നെ വിളിച്ചപ്പോ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ, നിനക്ക് പോപ്കോൺ മൊത്തം മേടിച്ചു തരും, പോപ്കോണിന്റെ മെത്തേ കൂടി നിന്നെ നടത്തിക്കുന്നു. നമ്മുടെ സീറ്റ് ഏതാ? അയ്യോ അതെ 25-26 ഇവിടുന്നോ അതാ നല്ല സീറ്റ്. അതാകുമ്പോ വേറെ ആരും വന്ന് അപ്പുറത്തിരിക്കത്തില്ലല്ലോ. എപ്പോഴാ സിനിമ തുടങ്ങ? 1/4 മണിക്കൂർ എടുക്കും. മോള് 2 പ്ലേറ്റ് ഇവിടെ. എന്നാ സ്നേഹം. എന്നാലും എത്ര നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്കൊന്ന് സിനിമ കാണണമെന്ന്. ഇപ്പഴെങ്കിലും തോന്നിയല്ലോ കൊണ്ടുവരാൻ. ജോലി തിരക്കല്ലേ മോളെ? ജോലി തിരക്കിക്കൊണ്ട് നടക്കുവല്ലേ. എന്നാലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. ആര് പറഞ്ഞു? ജോലി ഇല്ലാതെ എത്ര പേര് ജീവിക്കുന്നു? എന്തോരം ആൾക്കാര്. ആര്? അംബാനിക്ക് ജോലിയുണ്ട, അദാനിക്ക് ജോലിയുണ്ട, ഇവർക്കൊക്കെ ജോലി ഉണ്ടായിട്ടാണ് അവർ ജീവിക്കണേ. അവർ ജീവിക്കണല്ലേ, അതാണ് ആമ്പിള്ളേര്. അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും, അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്, മറ്റെല്ലാം ചുമ്മാ. പിന്നെ ഈ സിനിമ ഞാൻ കണ്ടതാ. കൊള്ളാമോ? മോശപ്പെടം. സ്റ്റോറി കൊള്ളൂലേ? സ്റ്റോറി ഉഗ്ര സ്റ്റോറി, പിന്നെ അടിപൊളി. അപ്പൊ ഡയറക്ടർ കൊള്ളില്ലായിരിക്കും അല്ലേ? ആര് പറഞ്ഞു? 8 സൂപ്പർ ഹിറ്റ് സിനിമ ഡയറക്ട് ചെയ്ത ആളാ. ഗംഭീര ഡയറക്ടർ, അടിപൊളി സംവിധാനം. പിന്നെ മോശം സിനിമ എന്ന് പറഞ്ഞു? മോശം സിനിമ എന്നല്ല, ഇമോഷൻ സിനിമ എന്നാ പറഞ്ഞു. ഓ, ഇമോഷൻ സിനിമ. അതായത് കാണേണ്ട പടം. എന്നാ കാണണ്ടേ? അതല്ലെന്ന് കാണേണ്ട പടം. ഓ, കാണേണ്ട പടം. അതല്ല ഞാൻ നിന്നെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. അതല്ലേ നമ്മുടെ മനപ്പുരത്തം. മനപ്പുരത്തുള്ളവരെ കല്യാണം കഴിക്കുന്നേ. ആര് പറഞ്ഞു? മലപ്പുറത്തുള്ളവര് മാത്രമൊന്നുമില്ല, കോഴിക്കോടുള്ളവരും കോട്ടയത്തുള്ളവരും തിരുവനന്തപുരത്തുള്ളവരും ഒക്കെ കല്യാണം കഴിക്കും. അയ്യോ, മലപ്പുറം എന്നല്ല പറഞ്ഞത്, പിന്നെ മനപ്പുരത്തം. തുടങ്ങുമ്പോ ഭയങ്കര മനപ്പുരത്ത, അവസാനം മൊത്തം മൽപ്പിടുത്തത്തില. പൂച്ചക്കുട്ടിയോ? ചേട്ടാ 28 എവിടെയാ? 28 ദിവസം മുമ്പ് ജനിച്ച ഏതെങ്കിലും കൊച്ചിന്റെ വീട്ടിലായിരിക്കും. ഭാര്യയുടെ മുമ്പിൽ ഷൈൻ ചെയ്യായിരിക്കും അല്ലേ? മനസ്സിലായി. 28 സീറ്റ് എവിടെയാന്നാ? അയ്യോ, 28 സീറ്റിലും കൂടി ഞെളിഞ്ഞങ്ങ് ഇരിക്കാൻ പോവാന്നോ? അയ്യോ, എന്റെ സീറ്റ് നമ്പർ 28 അത് ഏത് ഭാഗത്താന്ന്? 25-26 അപ്പുറത്തങ്ങനെ നോക്കുക, അവിടെ അങ്ങനെ 27-28 ഇവിടെയാണല്ലേ? സിനിമ കാണാൻ വന്നായിരിക്കും അല്ലേ? അല്ല, ഞങ്ങള് കാഴ്ച ബംഗ്ലാവിയ വന്നതാ. എന്നാരു പണി, പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇരുന്നോ. അതെ, ഈ സിനിമയിൽ ഒരു അടിപൊളി സീനുണ്ട്. ഒരാന ഓടി വരുന്നു. അയ്യോ, ആനയോ? ഞാൻ പോണ്. ഓടല്ലേ, ഇങ്ങോട്ട് വാ. അത് സിനിമയിലല്ലേ? നിങ്ങൾ പറഞ്ഞില്ല ആന വരുന്നെന്ന്. അത് സിനിമയിലല്ലേ? അത് സിനിമയാണെന്ന് നമുക്കല്ലേ അറിയോ? ആനക്കറിയോ? ബെസ്റ്റ്. എന്തോ സോറി, ഞാൻ ആള് മാറി. എന്റെ ഭാര്യയുടെ മടി കയറിയാണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് മനസ്സിലായല്ലേ, ഈ ചെറിയ ലേശം ഇരുട്ടുള്ളതുകൊണ്ടേ കണ്ണിന് ചെറിയ പ്രശ്നമുണ്ടേ. ഞാൻ ഒരു അധ്യാപകനാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ഒരു മാതൃക അധ്യാപകനാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മോശം പ്രവർത്തിക്ക് വന്ന അല്ല. മനസ്സിലായോ? അത് 27 നമ്പർ അറിയാം. ഇവിടാണോ? ഇവിടെയാണ് 27. കണ്ണ് ശരിക്കല്ലേ? അല്ല, ചെറുതായിട്ട് നമ്മളെ തിയേറ്ററല്ലേ, അകത്തേക്ക് പുറത്തുനിന്ന് പെട്ടെന്നൊരു വെട്ടത്തുനിന്ന് കയറി വന്നപ്പോഴേ ഒരു മ്ലേച്ഛത. അതല്ലേ? ഞാനൊരു മാതൃകാ അധ്യാപകനാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ തിയേറ്ററിനകത്ത് കുട്ടികളെ കൂവുക, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുക, പുകവലിയ, അങ്ങനെ വല്ല ശീലങ്ങളൊക്കെ ഉള്ളവരുണ്ടോ? അയ്യോ, പേപ്പർ വലിച്ചു കീറി എറിയുക? ഇല്ല, എല്ലാം ഡീസന്റ്, കറക്റ്റ്, നല്ല തിയേറ്റർ അല്ല. അങ്ങനെ ആൾക്കാരുടെ ഇടയ്ക്ക് ഞാൻ പെട്ടുപോയി കഴിഞ്ഞാൽ, ഞാനൊരു മാതൃകാ അധ്യാപകനാണല്ലോ, അപ്പൊ സാറ് കൂടെ അതിനകത്ത് പെട്ടു എന്ന് വരും. എനിക്കൊരു പേര് ദോഷമാകും. ഇല്ലില്ല, അങ്ങനെ ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടില്ലേ ഇതുവരെ? സിഗരറ്റ് ആരും പുകവലിക്കില്ലല്ലേ? പുകവലിക്കൂല, പക്ഷെ ശ്വാസം വലിക്കുന്നോണ്ട് വല്ല കുഴപ്പമുണ്ടോ? വലിച്ചില്ലെങ്കിലാണ് കുഴപ്പം. അതല്ലേ? പക്ഷേ ഞാനേ എന്നോട് ഒന്നും തോന്നരുത്. നിങ്ങൾ ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? അങ്ങനെയല്ല, ഞാനൊരു കാര്യം ചോദിക്കാം, തിയേറ്റർ ആയതുകൊണ്ട് പറയാണ്. ഒന്നും തോന്നരുത്. ഈ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ മാതൃഭാഷ എന്ന് എല്ലാരും പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് പിതൃഭാഷ എന്ന് പറയുന്നില്ല മാഷെ?
അത് പിതാവിന് വോയിസ് ഇല്ല. പിതാവിന് വോയിസ് ഇല്ലല്ലോ, മാതാവിനാണല്ലോ, പെണ്ണുങ്ങൾക്കാണല്ലോ വോയിസ്. ആണുങ്ങൾ സൈലന്റ് അല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് മാതൃഭാഷ അതാക്കി വെച്ചേക്കണല്ലേ. അങ്ങനെയാണ്. ഇപ്പൊ തുടങ്ങാറായോ പടം? പടം കുറച്ചേരം കൂടി പിടി. നല്ല അഭിപ്രായം ഉണ്ട്. ഈ ആണുങ്ങൾ മൂത്രമൊഴിക്കുന്ന സ്ഥലം ഏതാണെന്ന് അറിയാവോ? ഇത്ര നാളും പിന്നെ എങ്ങനെയായിരുന്നു? എന്റെ പൊന്നെ, ഞാൻ ചോദിച്ചത് അതല്ല. ഈ ആണുങ്ങൾ മൂത്രമൊഴിക്കുന്ന ടോയ്ലറ്റ് എവിടാന്ന്? ടോയ്ലറ്റ് എവിടെ? ഇങ്ങ് വന്നേ. ഇതൊക്കെ ചോദിക്കുമ്പോൾ മലയാള ഒരു മാതൃക അധ്യാപകനാണ് ഞാൻ. അപ്പൊ മലയാള ഭാഷ സംസാരിക്കുമ്പോൾ നമ്മൾ വ്യാകരണമൊക്കെ ശരിയായിട്ട് സംസാരിച്ചില്ലെങ്കിൽ മിസ്റ്റേക്കുകൾ പറ്റും കേട്ടോ. അത് ശ്രദ്ധിക്കണം എപ്പോഴും. ആ കാലം മാറ്റി വെക്കാവോ? കാല് മാറ്റാൻ ഞാൻ രാഷ്ട്രീയക്കാരനല്ല, ഞാൻ ഒരു മാതൃക അധ്യാപകനാണ്. ഇന്നലെ മാറ്റിയേക്കാം. അധ്യാപകൻ എന്താ കാല് മാറ്റിയ മാറും? എന്തൊക്കെ ടൈപ്പ് ആൾക്കാർ. അതെ അതെ, നമ്മളൊരു സിനിമ കാണാൻ വന്നിരിക്കുമ്പോൾ ഹായ് ഹായ്. എന്താ പേര്? സിന്ധു. എന്റെ ഭാര്യയുടെ പേര് സിന്ധു എന്നാണ്. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? അധ്യാപകനാ. ഞാനും ഒരു അധ്യാപകനാണ്. ഹലോ ഹലോ, നീ എവിടെ അടി? ചേട്ടാ ഞാൻ സിനിമയ്ക്ക് കാണാൻ വന്നതാ. ഞാനൊരു സിനിമ കാണാൻ വന്ന കുറെ സീനൊക്കെ ഞാനിവിടെ കണ്ടു ഇപ്പൊ. ആ നീ വീട്ടിലേക്ക് വന്നേര് കേട്ടോ. എടി ഇവിടെ ശ്രദ്ധിക്കടി, ഇവിടെ നോക്കടി. നീ എന്താ വിചാരിച്ചത്? നീ വീട്ടിൽ നിന്ന് എന്തും പറഞ്ഞാ പോകുന്നത്? നിന്റെ കൂട്ടുകാരി തുളസിയുടെ വീട്ടിൽ ബർത്ത്ഡേ ഫംഗ്ഷൻ പോകണമെന്നല്ലേ നീ പറഞ്ഞു? അയ്യോ ചേട്ടാ, ഇങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ തന്നെയാ വന്നത്. തുളസി. ഏത് തുളസി? എവിടെ? ഇത് തുളസിയാണോ ഇവിടെ ഇരുന്നത്? തുളസീധരൻ എന്റെ കൂട്ടുകാരന്റെ കൂടെയാ വന്നത്. എന്റെ ചേട്ടാ, ഇന്നത്തെ കാലത്ത് കൂട്ടുകാരന്റെ കൂടെ സിനിമയ്ക്ക് വരുന്ന ഒരു തെറ്റാണോ? തെറ്റല്ല. തെറ്റല്ല. എനിക്ക് തെറ്റാണ്. ഞാനൊരു മാതൃക അധ്യാപകനാണ്. നീ എന്നെ ഇൻസൾട്ട് ചെയ്യുവാ. മാഷേ, ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ? എന്ത് പ്രശ്നം? അല്ല, ഇവിടെ ഒരു അവിഹിതം മണക്കുന്നു. മണക്കുന്നല്ലേ? അതെ അതെ. മണക്കല്ല, ചീഞ്ഞ് നാറുന്നുണ്ട് ഇവിടെ. ആണോ? നീ വീട്ടിലേക്ക് വന്നേ, കാണിച്ചു തരാം ഞാൻ. ഞാനൊരു സിനിമയ്ക്ക് വിളിച്ചാൽ നീ വരുവോ? ഓ പിന്നെ ചേട്ടാ വിളിച്ചാ ഞാൻ വരാതെ ഇരുന്നിട്ടുണ്ടോ? ഇന്നാളെ നമ്മള് സിനിമയ്ക്ക് പോയിട്ട് എന്താ സംഭവിച്ചേ? ഇന്റർവെല്ലിന് പോയി എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചു തരാൻ പറഞ്ഞപ്പോ നിങ്ങൾ ആ കടയിൽ പോയിട്ട് പൊതിച്ചോറ് വാങ്ങിച്ചോണ്ട് തിരുന്ന് എങ്ങനെയാ പൊതിച്ചോറ് കഴിക്കുന്നേ? ഇതൊന്നും നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ അച്ഛനും അമ്മയും പറയുന്നോടി, ഞാൻ കാണിച്ചു തരാം. എന്തെങ്കിലും പറയുമ്പോ എന്റെ അച്ഛനും അമ്മയും പറയരുത് കേട്ടോ. ഞാനൊരു പുതിയ വണ്ടി മേടിച്ച് എന്തെങ്കിലും കംപ്ലൈന്റ് പറ്റി കഴിഞ്ഞാൽ അത് ഉണ്ടാക്കിയ കമ്പനിക്കാരെ ആദ്യം 2 തീർ പറയും, എന്നിട്ടേ ഞാൻ ബാക്കി ഉണ്ടാക്കുള്ളൂ കേട്ടാ. ഭാര്യ വേറെ സിനിമയ്ക്ക് വരുമ്പോഴാണ് മാതൃക അധ്യാപകൻ. നീ ഇതിനു മുമ്പ് എന്നൊക്കെ ഒരു പണി കാണിച്ചിട്ടുണ്ട്. എന്റെ അമ്മ കിണറ്റി വീണ് വലിയൊരു പാറക്കല്ലെടുത്ത് അതിന്റെ പുറത്തേക്ക് ചേട്ടാ, അതിലെന്താ തെറ്റ്? കൊറേ കല്ലിടുമ്പത്തേക്ക് വെള്ളം ഇങ്ങനെ തനിയെ പൊങ്ങി വരും. അപ്പൊ അമ്മയും കൂടെ അങ്ങ് പൊങ്ങി വരും. അപ്പൊ അമ്മയും ഇങ്ങ് പുറത്തെടുത്ത് രക്ഷിക്കാമല്ലോ. അത്രയല്ലേ ഞാൻ ചെയ്തോളൂ. സൈക്കിളില്ല, എനിക്ക് സൈക്കിളില്ല. മാഷേ, സൈക്കിളില്ലടാ. ഞാൻ മേടിച്ചു തരാന്നേ. എന്ത് സൈക്കിള്? സൈക്കിളിന്റെ കാര്യമാണോ പറഞ്ഞ? എനിക്ക് സൈക്കിളില്ല. ഇത് ഇവിടെ ഞാൻ വെച്ചേക്കൂല. ഞാൻ എന്ത് ചെയ്യൂന്നാ പറയണേ? മാഷേ, ഒരു പണി അവനെ വിടാൻ പാടില്ല മാഷേ. അവൻ ഇങ്ങോട്ട് വരട്ടെ. അവന്റെ കയ്യും കാലും കെട്ടിട്ട് ഞാൻ ഇവിടെ ഇരുത്തും. അയ്യോ മാഷേ, അത് അവനോട് ചെയ്യുന്ന ചതിയാണ്. അവൻ ഇത്രയും കഷ്ടപ്പെട്ട് ടിക്കറ്റ് എടുത്ത് വളച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് അവന്റെ കയ്യും കാലും കെട്ടിയിട്ട അത് അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ മോശമല്ലേ? അത് ചെയ്യാൻ പാടില്ല. ഞാൻ എന്ത് ചെയ്യണം? ഞാനൊരു മാതൃക അധ്യാപകനായി പോയില്ലേ? മാഷ് കുറച്ചു നേരത്തെ ഒന്ന് കണ്ണടക്കാനാ? അപ്പൊ സിനിമ കാണണ്ടേ? അത് ശരി. അപ്പൊ സിനിമയും കാണണം, ഇതും കാണണമെന്നാണോ? മാഷ് ഒരു പണിയേ, നമുക്ക് അവനെ ഒതുക്കണം. എങ്ങനെ മനസ്സിലായില്ലേ? മാഷ് ഇവിടെ ഇരിക്കും. മാഷൊരു മാതൃകാ അധ്യാപന. അതാണ് പ്രശ്നം. ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയ നാണക്കേട് മാഷ്കാണ്. എനിക്കും കൂടെ. അവന് നല്ലൊരു പണി നമുക്ക് മാഷ് കൊടുക്കും. ഞാൻ കൂടെ ഉണ്ട്. അവൻ വരട്ടെ. മാഷ് ഇവിടെ ഇരുന്നിട്ടില്ലെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ എന്തൊക്കെ നടക്കുന്നു. ഞാൻ ഇരിക്കണോ? മാഷ അവിടെ ബ്രോ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. ഞാൻ പാടും. നീ പാടുപെടും. ഞാൻ ഓരോന്ന് കാണുന്നുണ്ട്. ഞാനും ഇടയ്ക്കൊക്കെ പാടും. ആണോ? പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കള എന്റെ ഭാര്യ
എന്റെ ഭാര്യ. ആരുടെ പേര്? എന്റെ ഭാര്യ അല്ല, അങ്ങനെയല്ല പാട്ട് തീരണേ. ആഹാ, പാട്ട്. മുത്തേ. തത്തേ. തത്തേ? ആ, അല്ല, ഞാൻ എന്റെ ഭാര്യ വിളിക്കുന്നത് തത്തേന്നാണ്. ആ, ആ. ചക്കരേ. ഈച്ചേ. അല്ല, ചക്കരയുടെ പുറത്ത് സാധാരണ ഈച്ചയാണല്ലോ വന്നിരിക്കുന്നത്. അവക്ക് മറുപടി ഇല്ല, അവൾ ഇരിക്കണം നടത്തിയ പോലെ. ഐസ്ക്രീം കഴിക്കേ. എന്ത് പണിയോടെ കാണിച്ചു? എന്റെ ഭാര്യക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുത്തപ്പോഴത്തേക്കും അതിനകത്ത് വന്ന് കൈയിട്ട് വരിക. എന്റെ ഭാര്യ കൊടുക്കുന്ന ഐസ്ക്രീമിൽ ഞാൻ കൈട്ടുള്ളൂ, അതെന്റെ ഇഷ്ടം. തന്റെ ഭാര്യ? എടോ, എന്റെ ഭാര്യക്ക് ഞാൻ മേടിച്ചു കൊണ്ട് കൊടുത്ത ഐസ്ക്രീമാണ്, അതിനിട്ട് കൈയിട്ട് കളക്കേണ്ട വല്ല കാര്യമുണ്ടോ? എടോ, നിന്റെ ഭാര്യയാണോ ഇത്? എന്റെ ഭാര്യ ആണോ? എടോ, ഈ നിൽക്കുന്നത് എന്റെ ഭാര്യയാണ്. എന്തു? നീയാണ് വളവൻ. ഇതാരാ? കൊടും വളവൻ. കുമ്മതി വളവനാണോ നിന്റെ വീട്? ആണോ? ഭർത്താവാ? ബ്രോ എന്ത് ചെയ്യുന്നു? ഞാനൊരു മാതൃകാ അധ്യാപകനാണ്. സ്കൂളിൽ യൂണിഫോം ഒക്കെ കൊടുത്തു തുടങ്ങിയ? 28-ാം തീയതി വരും. 1-ാം തീയതി കൊടുക്കണം. പെങ്ങടെ കൊച്ചു പഠിക്കണ്ടേ? സ്കൂളിലല്ലേ. ഈ ബുധനാഴ്ച വൈറ്റാമിറ്റ് ഒഴിവാക്കണോട്ടാ. അങ്ങനെ നൈസ് തേച്ചിട്ട് അങ്ങ് പോവല്ലേ? എന്തേ? എടാ, ഇപ്പൊ യൂണിഫോമിന്റെ കാര്യം പറഞ്ഞല്ലോ. യൂണിഫോം ഇട്ട ആൾക്കാരെ ഞാൻ ഇവിടെ വരുത്തും, എന്നിട്ട് നിന്നെ ഞാൻ പൊക്കും. എടാ, നിനക്ക് നാണമാവില്ലടാ എന്റെ ഭാര്യയെ കൊണ്ട് സിനിമയ്ക്ക് വരാൻ? അല്ല, ഞാനേ വേറൊന്നുമല്ല, ഞാൻ ഈ സിനിമ നേരത്തെ കണ്ടതാ. ഈ പടം അങ്ങനെ മുങ്ങല്ലേ, നീ ഇവിടെ നിക്കി, മാറി നിക്കടി, അവിടെ നിക്കി രണ്ടുപേരും കൂടെ. ഇത് 10 വരെ കാണിക്കും, കാരണം ഞാനൊരു മാതൃക അധ്യാപകനാണല്ലോ. അതെ. നിനക്ക് എന്നെ കുറിച്ച് അറിയാമോ? ഇതുവരെ ഒരു പെണ്ണിന്റെ മുഖത്ത് ഞാൻ നോക്കിട്ടില്ല. എന്തിനു വേണ്ടിട്ടാ? സ്വന്തം ഭാര്യയെ പൊന്നുപോലെ നോക്കുന്നു ഞാൻ. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്തു കൊടുക്കുന്നു, വിദ്യാഭ്യാസിപ്പിക്കുന്നു. അപ്പൊ അവരെ എല്ലാം ഞാൻ ചെയ്ത് സമൂഹത്തിൽ നിലയും വിലയുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അല്ല, ഇത് എന്നെ നീ തേച്ചത് ശരിയായില്ല. അല്ല, ഇത് ഭാര്യ, ഇത് ഭർത്താവ്. നിങ്ങളുടെ കുടുംബ പ്രശ്നത്തിൽ ഞാൻ എന്തിനാണ്? നീ പോകല്ലേ, നിന്നെ ഞാൻ കാണിച്ചിരുന്നു. അല്ല, ഞാൻ എങ്ങനെ സഹിക്കും? ഇവിടെ വെച്ചിരിക്കുവാൻ അറിയാം. ഇവിടെ കണ്ടാ നീ കൂടെ പോടാ. അതാണോ ഞാൻ പറഞ്ഞു? ഈ നെഞ്ചിനുള്ളിൽ അവളിരിക്കുക. അവളാണ് എന്നോട് ഈ ചതി ചെയ്ത് അറിയാമോ? എങ്ങനെ തോന്നിയടി നിനക്ക്? എങ്ങനെ തോന്നി? ഞാൻ സഹിക്കില്ല. ഇവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് വേറെ ആരും ഇല്ല, അറിയാമോ? നിനക്ക് അറിഞ്ഞൂടാ, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടാ, സിനിമ തുടങ്ങിയോ? ഇത്തിരി ലേറ്റായി. ഞാനോ 3-4 വർഷം കൊണ്ട് ഒരുമിച്ച് പല സ്ഥലങ്ങളിലായി താമസിക്കുന്ന എന്നെ നിങ്ങൾക്ക് അറിയത്തില്ലേ? ചേട്ടാ, ഞാൻ തത്ത. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഈ കാണുന്നത് എന്താ ജിത്തു ജോസഫിന്റെ പടമാണോ? ചേട്ടാ, ഞാൻ തത്ത. തത്തേ.